Hello kutis, welcome back to Salem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ വേൾഡ് അല്ലേ, സംഖ്യാലോകം എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിലും അതിൽ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തുമ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. സിലബസ് മാറിയത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ ടഫാണ് എന്നൊന്നും എൻ്റെ മക്കളെ വിചാരിക്കരുത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രിക്കിലൂടെ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞു ട്രിക്കാണ്. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, അത് അടിപൊളിയായിട്ട് പഠിച്ച് നല്ലപോലെ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വെറുതെ ചെന്ന് നോക്കാം. എന്താണെടാ ക്വസ്റ്റ്യൻ? 1,3 അല്ലേ, 1,3 എന്നീ രണ്ട് അക്കങ്ങളും വരുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് വരിക? 1,3 ആണ് നമ്പേഴ്സ്, 1ഉം 3ഉം. 1ഉം 3ഉം വരുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാല് നമുക്ക് അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര ഉണ്ടാക്കാം? 13 ഉണ്ടാക്കാം, 31 ഉണ്ടാക്കാം. രണ്ടെണ്ണമേ ആകെ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെ? അതിന്റെ മേലോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതേ 13ഉം 31 മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ സംഖ്യകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയാത്തത് കൊണ്ട് രണ്ട് സംഖ്യകളെ ഉണ്ടാക്കാൻ പറ്റൂ. അതാണ് 13ഉം 31ഉം. റെഡി അല്ലേ? അപ്പൊ അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് 1, 3, 5 അല്ലേ. നേരത്തെ പറഞ്ഞത് 1, 3 മാത്രമായിരുന്നു. പക്ഷേ അതിന്റെ കൂടെ ഒരു 5ഉം കൂടെ ഉണ്ടെങ്കിൽ 3 സംഖ്യകളായി അല്ലേ. ആരൊക്കെയായി? 1, 3, 5. അപ്പൊ ഈ 3 സംഖ്യകൾ വെച്ചിട്ട് എത്ര 3 അക്ക സംഖ്യകൾ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യേണ്ടി വരും? ഓരോന്ന് എഴുതി നോക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്താ? 1ഉം 3ഉം മാത്രം വെച്ചിട്ട് 13ഉം അതേപോലെ 31ഉം ഉണ്ടാക്കാം ഇല്ലേടാ. അപ്പൊ 31ഉം 13ഉം ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ആദ്യമേ എന്താക്കിയിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ കൂടെ മതി? ഒരു 5ഉം കൂടെ കൂടിയാൽ അതൊരു 3 ഡിജിറ്റ് നമ്പർ ആയി. അപ്പൊ ഒരു പക്ഷേ 5 നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആദ്യം എന്ത് കൺസിഡർ ചെയ്യാണ്? 31 മാത്രം കൺസിഡർ ചെയ്യുകയാണേ. അപ്പൊ 31 മാത്രം കൺസിഡർ ചെയ്യുമ്പം എനിക്ക് 5 ഇവിടെ കൊടുക്കാം. അപ്പൊ എന്തായി? 315 അല്ലേ, 315 ആയി. വേണമെങ്കിൽ എനിക്ക് 5 ആദ്യം കൊടുത്തൂടെ? അപ്പൊ എന്താ വരുക? ഇങ്ങനെ വരും അല്ലേ. അപ്പൊ എന്താ വായിക്കുക? 531 എന്ന് പറഞ്ഞാല് 531. വേണമെങ്കിൽ 5 നടുക്ക് വരാം അല്ലെ, സെന്ററിൽ വരാം. അപ്പൊ എന്താ വരുക? ഈ രീതിയിൽ ഉണ്ടാകും. അപ്പൊ എന്താ വായിക്കുക? 351. അപ്പൊ ഇതേപോലെ ഇതിന്റെ ഇടയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5നെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 531. ഞാനിതാ ഇവിടെ ഓരോന്ന് ആദ്യം അല്ലേ, 5 ആദ്യം വരുമ്പം 531. അത് ആരുടെ കേസിലാ? 31ല് നിങ്ങൾ 5 അറേഞ്ച് ചെയ്യുമ്പോഴുള്ള കേസിലാ. ഇങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതി നോക്കേണ്ടായിരിക്കാം അല്ലേ. അപ്പൊ അതുപോലെ എന്താക്കാം? 5 നടുവിൽ എഴുതാം, 5 ലാസ്റ്റ് എഴുതാം. അതുപോലെ എന്ത് ചെയ്യാം? ആദ്യം 13ന്റെ കേസിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 5 ആദ്യം എഴുതിയാൽ 513 എന്ന് വായിക്കാം. ഇനിയോ 5 നടുക്ക് എഴുതിയാൽ 153 എന്ന് വായിക്കാം. 5 ലാസ്റ്റ് എഴുതിയാൽ 135 എന്ന് വായിക്കാം. ഇങ്ങനെ എത്ര സംഖ്യകൾ ഉണ്ടാക്കി നിങ്ങൾ 1ഉം 3ഉം 5ഉം വെച്ചിട്ട്? യെസ്, 1, 3, 5 വെച്ചിട്ട് നിങ്ങൾ 1, 2, 3, 4, 5, 6 അല്ലേ, 6 സംഖ്യകൾ ഉണ്ടാക്കി. ഇനിയും ഒരുപാട് സംഖ്യകൾ തന്നാൽ ഇതുപോലെ എഴുതി നോക്കാനാവോടോ? ഇല്ല, നമ്മൾ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് മിസ് വേഗം ഒരു ട്രിക്ക് പറഞ്ഞുതരാവേ. നിങ്ങളോട് പറഞ്ഞത് എന്താ? ഒരു 3 അക്ക സംഖ്യ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആടോ, ഒന്നും ആലോചിക്കണ്ട. നമുക്ക് തന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 3, 5 അല്ലെ. അപ്പം 3 ഡിജിറ്റ് ആകുമ്പോൾ 1ന്റെ പ്ലേസ് ഉണ്ടാകും, 10ന്റെ പ്ലേസ് ഉണ്ടാകും, 100ന്റെ പ്ലേസ് ഉണ്ടാകും. അങ്ങനെ 3 ഡിജിറ്റ് നമ്പറാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണേൽ 1 കൊടുക്കാം, ഇവിടെ 5 കൊടുക്കാം, ഇവിടെ 3 കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ മിസ് ഇവിടെ ആദ്യം എന്തെടുത്തു? എനിക്ക് ഏതൊക്കെ സംഖ്യകൾ കൊടുക്കാമോ അല്ലെ, ഒന്നാമതായിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഏതൊക്കെ സംഖ്യകൾ കൊടുക്കാം എന്ന് ഞാൻ ഇവിടെ വെറുതെ താഴെ ഇങ്ങനെ എഴുതി വെച്ചു കേട്ടോ. അപ്പൊ നോക്കിക്കേ, എനിക്കിവിടെ 1 കൊടുക്കാം, അല്ലെങ്കിലോ 3 കൊടുക്കാം, അല്ലെങ്കിൽ 5 കൊടുക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ 3 ചാൻസ് ഉണ്ട് അല്ലെ, 3 ചാൻസസ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 3 ചാൻസ് ഉണ്ട്. അതിൽ 1 കൊടുക്കാം, 3 കൊടുക്കാം, 5 കൊടുക്കാം, ആര് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ഞാനിതാ 3 കൊടുത്തു എന്ന് വിചാരിക്കാം, ചുമ്മാ. ബാക്കി ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. 3 ആദ്യം വെറുതെ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, രണ്ടാമത്തെ കളിയിൽ എനിക്ക് 1 കൊടുക്കാം, അല്ലെങ്കിൽ
ദേ 5 കൊടുക്കാം. 2 ചാൻസേ ഉള്ളൂ. 1 5 അല്ലേ, 1 5 ആരെങ്കിലും 2 ആൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദേ ഞാൻ അവിടെ എന്ത് കൊടുത്തു, വെറുതെ ഞാൻ 1 കൊടുത്തു കേട്ടോ. 2 ചാൻസ് ആണ് കേട്ടോ. അതാണ് ഞാൻ 2 ചാൻസ് ഉണ്ട്, ഇവിടെ 3 ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ മുകളിൽ എഴുതുന്നത്, എത്ര ചാൻസുകൾ ഉണ്ട് എന്ന് ഞാൻ മുകളിൽ എഴുതാം. ദേ അതിൽ ഞാൻ വെറുതെ ഞാൻ ഇവിടെ 1 കൊടുത്തു കേട്ടോ. അപ്പൊ ബാക്കി ആരാ ഉള്ളൂ എൻ്റെ കയ്യിൽ? ഇനി 5 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പൊ ഇതാ മൂന്നാമത്തെ കള്ളിയിൽ എനിക്കിനി ആ 5 മാത്രമേ എഴുതാൻ പറ്റൂ. ഒരൊറ്റ ചാൻസേ ഉള്ളൂ, ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതാരാ? 5 ആണ് അല്ലേ. ഇനി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ദേ മുകളിൽ എഴുതിയ ചാൻസുകളില്ലേടാ, ദേ 3 2 1 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. മുകളിലുള്ള ചാൻസ് ആരൊക്കെയാ? 3 × 2 × 1 എത്ര വരും? 6 എന്ന് വരും ഇല്ലേ. നേരത്തെ നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ദേ 6 നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. വെറുതെ നമ്പേഴ്സ് എഴുതി നോക്കണോ? വേണ്ട. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യോടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു കാര്യോടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു പ്രോബ്ലം തന്നത്. 5 8 9 3 നമ്പേഴ്സ് തന്നു. 5 8 9 ആ 3 നമ്പേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും എൻ്റെ കുട്ടികള്? ദേ ഇവിടെ നിങ്ങൾ ഏതൊക്കെ നമ്പേഴ്സുകൾ ആദ്യത്തെ അല്ലെ ആ 100 പൊസിഷനിൽ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഒന്നുകിൽ എനിക്ക് 5 കൊടുക്കാം, അല്ലെങ്കിൽ ആരെ കൊടുക്കാം? ഇടാ 8 കൊടുക്കാം, ഇല്ലെങ്കിൽ 9 കൊടുക്കാം. അപ്പൊ 3 ചാൻസുകൾ ഉണ്ട് ഇവിടെയും. അപ്പൊ ദേ 3 ചാൻസ് ഉണ്ട്. അതിന് ഞാൻ വെറുതെ ഞാൻ ആദ്യം 9 ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം നിങ്ങൾ. ബാക്കി ആരുണ്ട്? ബാക്കി ഇവിടെ 5ഉം 8ഉം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 ചാൻസ് എനിക്ക് രണ്ടാമത്തെ കള്ളി കൊടുക്കാൻ പറ്റൂലേ. 2 ചാൻസ് ഉണ്ട്. ആരൊക്കെയാ? ഒന്നുകിൽ 5 അല്ലെങ്കിൽ 8 അല്ലെ. ഇതാ ഈ 2 ചാൻസുകൾ മാത്രമേ ഇവിടെ കൊടുക്കാനുള്ളൂ. അപ്പൊ എന്റെ മക്കളെ ഞാനിതാ 5 കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. 5 ഞാൻ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, മൂന്നാമത്തെ കള്ളിയിലേക്ക് 8 എനിക്ക് എഴുതാനുള്ളൂ അല്ലെ. ഒരൊറ്റ ചാൻസേ ബാക്കിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരാണത്? 8 മാത്രം. ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? മുകളിൽ എഴുതിയ ആ ചാൻസസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ചെയ്താൽ നമുക്ക് 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്പേഴ്സ് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ദേ നിങ്ങൾക്ക് 3 നമ്പേഴ്സുകൾ, ഏത് 3 നമ്പേഴ്സ് തന്നിട്ടും അത് 3 ഡിജിറ്റ് നമ്പർ ആക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ എന്താണെടാ നമ്മളുടെ ആൻസർ? 6 ആണ് നമ്മളുടെ ആൻസർ അല്ലേ. ദേ ഇവിടെയും നിങ്ങൾക്ക് 6 തന്നെയാണ് കിട്ടിയത്. ഈ ട്രിക്കില് ഒരു വലിയ ഐഡിയ ഉണ്ട്. എന്താ? ദേ നോക്കിക്കേ, നിങ്ങളോട് 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ 3 കള്ളികൾ വരച്ചത് അല്ലേ. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്തു? ആ ആൻസർ കിട്ടാൻ 3 × 2 × 1 ചെയ്തു. 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ 3 × 2 × 1 ചെയ്തു അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്, 3 × 2 × 1. അപ്പൊ ഒരു 4 ഡിജിറ്റ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 4 × 3 × 2 × 1 ചെയ്താൽ മതി. അതങ്ങനെ തന്നെയാണോ വരിക എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒരുപാട് നമ്പേഴ്സ് മാറ്റിയാലും നിങ്ങൾക്ക് 6 ചാൻസ് തന്നെയാണോ വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ട്രിക്സ് ഒക്കെ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ, സീ യു.